നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിസ് ഫോർ എ വെക്ടർ സ്പേസ്. ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ let V be a vector space. A subset B of V is called a basis for the vector space B if B has the following two properties. First property, B is linearly independent, and second one, B spans V. That is, span of B equal to V. അപ്പോൾ ഒരു V എന്ന് പറഞ്ഞ വെക്ടർ സ്പേസ് ഉണ്ട്. ആ വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ് ആണ് ബി. ഈ ബി എന്ന് പറഞ്ഞ സബ്സെറ്റിനെ വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് ആണെന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ആ ബി എന്ന് പറഞ്ഞ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അത് മാത്രം പോരാ, ബി എന്ന് പറഞ്ഞ സെറ്റ് ബി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്യണം. എന്നുവെച്ചാൽ സ്പാൻ ഓഫ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടണം? വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസ് കിട്ടണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം ബി എന്ന് പറയുന്നത് ബേസിസ് ഫോർ ദ വെക്ടർ സ്പേസ് വി ആണെന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. കൺസിഡർ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡന്റും ബേസിസ് ഒക്കെ ചെക്ക് ചെയ്ത സമയത്ത് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എസ് ഈക്വൽ ടു സെറ്റ് 1 0 0. ഇത് R2-ലെ സബ്സെറ്റ് ആണ് അല്ലെ എസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് എന്ന് പറയുന്നത് ബേസിസ് ആണ്. എസ് സബ്സെറ്റ് ഓഫ് R2 ആണ്. ഇത് ബേസിസ് ഓഫ് R2 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. ഫസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം സ്പാൻ ഓഫ് എസ് എന്താ. സ്പാൻ ഓഫ് എസ് എന്താ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സ്പാനിന്റെ ടൈമില്. എങ്ങനെ സ്പാൻ ആണോ ചെക്ക് ചെയ്തത്? നമ്മള് ഫോർ എവറി എക്സ് y belongs to R2. R2-ല് എലമെന്റ്സ് ഈ ഫോമില ഓർഡേഡ് പെയർ എക്സ് വൈ ഫോമില ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാ എക്സ് വൈനെ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. അപ്പൊ വി ഹാവ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 0 പ്ലസ് വൈ ഇൻറ്റു 0 1 എഴുതിക്കൂടെ? എക്സ് ഇൻറ്റു 0 1 പറഞ്ഞതാ എക്സ് 0 പ്ലസ് 0 വൈ വരും അല്ലെ. വൈ ഇൻറ്റു 0 0 വൈ ഇൻറ്റു 1 വൈ. ഇത് രണ്ടും ആഡ് ചെയ്ത് എന്താ എക്സ് വൈ തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എവറി എലമെന്റ് ഓഫ് R2 ക്യാൻ ബി റിട്ടൺ ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് എലമെന്റ് ഓഫ് എസ്. therefore സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താ? R2. സ്പാനിന്റെ കേസ് കിട്ടി. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ എക്സാമ്പിൾ ചെയ്തെടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ. അപ്പൊ ഒന്നുകൂടെ ഇവിടെ ചെയ്ത് കാണിക്കാം. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഫോർ രണ്ട് സ്കെയിലേഴ്സ് എടുക്കുക. ആൽഫ 1 ആൽഫ 2 ബിലോങ്സ് ടു റിയൽ നമ്പർ. സ്കെയിലർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ്. ദെൻ ആൽഫ ഇൻറ്റു 1 0 പ്ലസ് ആൽഫ 1 ഇൻറ്റു 1 0 പ്ലസ് ആൽഫ 2 ഇൻറ്റു 0 1 ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഇവിടെ എന്ത് കിട്ടും? ആൽഫ 1 0 എന്ന് കിട്ടും. ഇവിടെ 0 ആൽഫ 2 ഈക്വൽ ടു 0 0 കിട്ടും. which implies ആൽഫ 1 ആൽഫ 2 ഈക്വൽ ടു 0 0. അതിനർത്ഥം ആൽഫ 1 ഈക്വൽ ടു 0 ആൽഫ 2 ഈക്വൽ ടു 0. നമുക്ക് പറയാം എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയും. അപ്പൊ രണ്ട് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. therefore S is a
ബേസിസ് എസ് എന്ന് പറയുന്നത് ബേസിസ് ഫോർ R2 ആണെന്ന് പറയാൻ പറ്റും. എസ് എന്ന് പറയുന്നത് എസ് ഇസ് എ ബേസിസ് ഓഫ് R2. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെറ്റ് എസ് ഈക്വൽ ടു E1 E2 etc. En, where E1 equal to set 1 0 0 0 etc. 0, E2 equal to 0 1 0 etc. 0 etc. En equal to 0 0 etc. nth പൊസിഷനിൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോ E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ 1, ബാക്കിയെല്ലാം 0. E2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ 1, ബാക്കിയെല്ലാം 0. അങ്ങനെ ആയിട്ടുള്ള ഇത് ഏത് വെക്ടറിൻ്റെ സബ്സെറ്റാണ്, ഏത് വെക്ടർ സ്പേസിൻ്റെ സബ്സെറ്റാണ്? Rn എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ആ എസ് സബ്സെറ്റ് ഓഫ് Rn ആണ്. എസ് എന്ന് പറഞ്ഞത് സബ്സെറ്റ് ഓഫ് Rn ആണ്. ഇനി നമ്മളിത് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്പാൻ ഓഫ് എസ് എന്താണ്? Rn ആണെന്ന് നമ്മൾ എക്സാമ്പിൾ ചെയ്തെടുത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ഇന്നലെ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യാം. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സ്പാൻ ഓഫ് എസിൻ്റെ പ്രൂവ് ചെയ്യണം. സ്പാൻ ഓഫ് എസ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് അതും ചെയ്യാം. ആദ്യം നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞ് നോക്കാം. അപ്പം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാൻ എന്ത് ചെയ്യുക? അവിടെ n സ്കെയിലാസ് എടുക്കണം. ഫോർ n സ്കെയിലാസ് ഏതൊക്കെ എടുക്കുക? ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n. ആൽഫ 1 E1 പ്ലസ് ആൽഫ 2 E2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n En ഈക്വൽ ടു 0 വെക്ടർ. 0 വെക്ടർ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തത് 0 വെക്ടറാണ് എടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? വിച്ച് ഇംപ്ലൈസ് ആൽഫ 1 വെക്ടർ എഴുതുക 1 0 0 0 0, ആൽഫ 2 ഇൻറ്റു 0 1 0 0 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n ഇൻറ്റു 0 0 എക്സെട്ര 0 1 വിച്ച് ഈസ് ഈക്വൽ ടു 0 0 0 എക്സെട്ര 0. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ആൽഫ 1 ആണ്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ഈക്വൽ ടു 0 0 എക്സെട്ര 0. ഇതിനർത്ഥം എന്താ? ആൽഫ 1 ഈക്വൽ ടു 0, ആൽഫ 2 ഈക്വൽ ടു 0 എല്ലാം കിട്ടുമല്ലോ. ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു ആൽഫ n ഈക്വൽ ടു 0. അപ്പം നമുക്കറിയാം therefore S is linearly independent in Ri. linearly independent ആണെങ്കിൽ സ്പാൻ ഓഫ് എസ് പ്രൂവ് ചെയ്യാം. linearly independent കഴിഞ്ഞു, സ്പാൻ ഓഫ് എസും കൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. സ്പാൻ ഓഫ് എസ് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഒരു Rnലെ ആർബിട്രറി എലമെന്റ് എടുക്കുക. ലെറ്റ് A1 A2 എക്സെട്ര An. ഏതൊരു എലമെന്റ് എടുത്താലും അതിന് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റണം അല്ലേ? അപ്പോൾ A എന്ന് പറയുന്നത് ബി ആൻ ആർബിട്രറി എലമെന്റ്, ആർബിട്രറി element in Rn.
then a1 a2 etc an equal to a1 into 1 0 0 ഇങ്ങനെ എഴുതി കൂടെ? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ എഴുതാം. 0 1 0 പ്ലസ് എക്സെട്ര an into 0 0 എക്സെട്ര 1 എന്ന് എഴുതാലോ. അപ്പോൾ നമുക്ക് ഇതിനർത്ഥം എന്താ? a1 e1 പ്ലസ് a2 e2 പ്ലസ് എക്സെട്ര പ്ലസ് an en. അപ്പോൾ any element of Rn can be written as linear combination of element of S. Therefore, span of S equal to Rn എഴുതാം. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടി, രണ്ട് കണ്ടീഷനും കിട്ടി. therefore എന്ത് പറയാം? S എന്ന് പറയുന്നത് ബേസിസ് ഓഫ് Rn ആണ്. S is a basis of Rn എന്ന് പറയും. ഇനി ഇവിടുത്തെ നമ്മുടെ ഈ സെറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എസ് എന്ന് പറഞ്ഞ സെറ്റ് E1 E2 എക്സെട്ര En എന്ന് പറഞ്ഞ സെറ്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനെ നമ്മൾ ബേസിസ് എന്നാ പറയാ. ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് എന്നും പറയും. അപ്പൊ നമ്മളൊരു ഇപ്പോൾ N Rn എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് N 1 2 എക്സെട്ര ഏത് നമ്പർ ആയാലും n 1 2 3 എക്സെട്ര ഏത് ഇൻറ്റിജർ ആയാലും അതിന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്താൽ മതി. nth പൊസിഷനിൽ എന്താ ഈ E1 EI എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ അല്ല ith പൊസിഷനിൽ 1 വരുന്ന അങ്ങനത്തെ ഇതിന്റെ കളക്ഷനെ നമ്മൾ പറയാം സ്റ്റാൻഡേർഡ് ബേസിസ് എന്നാ പറയാം. ഇതിനെ സ്റ്റാൻഡേർഡ് ഈ ബേസിസിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് അല്ലെങ്കിൽ വേറെ പേരുണ്ട് സ്റ്റാൻഡേർഡ് ബേസിസ് അല്ലെങ്കിൽ നാച്ചുറൽ ബേസിസ് വേറെ ഒരു പേരും കൂടെ ഉണ്ട് കാനോണിക്കൽ ബേസിസ്. സ്റ്റാൻഡേർഡ് ബേസിസ് ഓർ നാച്ചുറൽ ഓർ കാനോണിക്കൽ ബേസിസ് എന്നൊക്കെ നമ്മൾ ഈ ബേസിസിനെ പറയാം. ഇപ്പൊ ജനറലായിട്ട് ഇതിപ്പോ Rn അല്ല R3 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? R3ന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് അപ്പൊ എന്ത് എഴുതാം? 0 ഫസ്റ്റ് പൊസിഷനിൽ 1 വരുന്നത് R3ന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എഴുതാൻ പോണ്. ഇനി അടുത്തത് സെക്കൻഡ് പൊസിഷനിൽ, അടുത്ത ലാസ്റ്റ് പൊസിഷനിൽ, ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഇപ്പൊ R3യുടെ സ്റ്റാൻഡേർഡ് ബേസിസ്. അപ്പൊ ഇതുപോലെ ജനറലായിട്ട് Rn എന്ന് പറഞ്ഞാൽ ഇവിടെ n എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര ഏതായാലും സ്റ്റാൻഡേർഡ് ബേസിസ് ഈ ഫോമിൽ എഴുതിയാൽ മതി. മനസ്സിലായോ? ഇതുപോലെ ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. പോളിനോമിയൽസിന്റെ കളക്ഷൻ. പോളിനോമിയലിന്റെ ഓൾറെഡി നമ്മൾ സ്പാനൊക്കെ ചെയ്തത് കണ്ടതാണ്. അപ്പോൾ ലെറ്റ് ബി ഈക്വൽ ടു സെറ്റ് 1 x സ്ക്വയർ എക്സെട്ര എക്സ്. അപ്പോൾ ഇത് തന്നെയാണ് സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് പി എന്ന് പറയുന്നത് കേട്ടോ. പി എന്ന് പറഞ്ഞാൽ എന്താ? പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ് പി എൻ അല്ലെ. അപ്പോൾ സ്റ്റാൻഡേർഡ് ബേസിസ് ഇത് തന്നെയായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് അത് ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ബേസിസ് ആണ് ചെക്ക് ചെയ്യാൻ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ ഇത് സബ്സെറ്റ് ഓഫ് പി എൻ ആണ്. പി എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അറ്റ്മോസ്റ്റ് n എന്ന് വെച്ചാൽ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, അറ്റ്മോസ്റ്റ് കൂടിയത് n ആണ്. ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ നോക്കാം. അപ്പോൾ ഫോർ എനി റിയൽ നമ്പർ alpha naught, alpha 1, etc. alpha n. ഇത് നോക്കി ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്?
ഇത് 1 2 3 4 എക്സെട്ര n+1 എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ n+1 റിയൽ നമ്പേഴ്സും എടുക്കണം കേട്ടോ. അപ്പോൾ ആൽഫ നോട്ട് ഇൻറ്റു 1 ആൽഫ 1 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n ഇൻറ്റു എക്സ് റേസ് ടു n ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് നമ്മൾ എന്തായിരുന്നു കോൺസ്റ്റന്റ് ടൈം 0 ആയിരിക്കണം. അതുപോലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആവണം, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആവണം, അങ്ങനെ എക്സെട്ര എക്സ് റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് വരെ 0 ആവണം. എന്നാലേ നമ്മൾ ഇത് 0 ആയിട്ട് കിട്ടുള്ളൂ അല്ലേ. 0 പോളിനോമിയൽ കിട്ടണമെങ്കിൽ അതാണ് കണ്ടീഷൻ. അപ്പം നമുക്ക് പറയാം ബി ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇനി സ്പാൻ ഓഫ് എസ് ആണോ എന്ന് അറിയണം. സ്പാൻ ഓഫ് എസ് ആണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം? സ്പാൻ ഓഫ് എസ് ആണെങ്കിൽ എവരി പോളിനോമിയൽ ഓഫ് അറ്റ്മോസ്റ്റ് ഡിഗ്രി n ഇസ് ഇൻ ദ ഫോം എങ്ങനെയായിരിക്കും? ഇസ് ഇൻ ദ ഫോം every polynomial of degree at most n is of the form a0 plus ഈ ഫോമിൽ തന്നെ ആയിരിക്കും a1x plus etc an x raised to n ഈ ഫോമിലായിരിക്കുമല്ലോ. a0 വേറെ a0 a1 etc an are real numbers അല്ലേ. എല്ലാ പോളിനോമിയലും ഈ ഫോമിലായിരിക്കും, എന്നിനേക്കാൾ ഡിഗ്രി കുറവായിട്ടുള്ള. ഇവിടെ ഇപ്പോൾ ചിലപ്പം a0 ഈ കോഎഫിഷ്യൻറ്റുകൾ 0 ആയാൽ മതി ചിലപ്പം. അപ്പോൾ എല്ലാം ഈ ഫോമിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം therefore span of s equal to span of b ആണ് ഇവിടെ. span of b equal to p എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതൊരു ബേസിസ് ആണെന്ന് കിട്ടി. ബി ഈസ് എ ബേസിസ് ഓഫ് പി എൻ. ബി ഈസ് എ ബേസിസ് ഓഫ് പി എൻ. ബി ഈസ് എ, ഇവിടെ ബേസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ബേസിസും കൂടെ ആണ് കേട്ടോ. ബി ഈസ് എ ബേസിസ് ഓഫ് പി എൻ ആൻഡ് ബി ഈസ് ഓൾസോ എ സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ പി എൻ ആണ് പഠിക്കുന്നത്. ഇഫ് ബി ഈക്വൽ ടു സെറ്റ് x1 x2 xn, ഈ വെക്ടേഴ്സിന്റെ കളക്ഷനാണ് ബി, ഈസ് എ ബേസിസ് ഫോർ എ വെക്ടർ സ്പേസ് ബി. Then every vector v in vector space v can be written as a linear combination of vectors in b. അപ്പോൾ b എന്ന് പറയുന്ന ഒരു ബേസിസ്, വെക്ടർ സ്പേസ് വിന്റെ ഒരു ബേസിസ് ആണ് b എന്ന് പറയുന്നതെങ്കിൽ എവരി വിയിലെ എല്ലാ എലമെന്റും, വിയിലെ ഏത് എലമെന്റ് എടുത്താലും അതിനെ നമുക്ക് ഈ ബിയുടെ വെക്ടേഴ്സിലെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട്, വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ there exist scalars ci, i എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര n such that എല്ലാ ബീനെയും എങ്ങനെ എഴുതാൻ പറ്റും? സി എന്ന് പറയുന്നത് c1 x1 പ്ലസ് c2 x2 പ്ലസ് എക്സെട്ര പ്ലസ് cn xn. ഇപ്പം വി എന്ന് പറഞ്ഞാൽ വെക്ടർ സ്പേസിലെ ഒരു എലമെന്റ് എടുത്തു, അതിനെ നമുക്ക് ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. x1 x2 എക്സെട്ര xnന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ ഏതൊരു വെക്ടർ എടുത്താലും, വി വെക്ടർ സ്പേസ് വിയിലെ ഏത് എലമെന്റ് എടുത്താലും അതിനെ നമുക്ക് ബിയിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന പറഞ്ഞേക്കുന്നത് ഈ റിമാർക്കിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സി ഐകളെ നമ്മളൊരു പേര് പറയും, ലീനിയർ കോമ്പിനേഷനെ നമ്മൾ വേറെ ഒരു പേര് പറയും, ദ സ്കേലാസ്. ഈ സ്കേലാസ്, ഇത് സി ഐ എന്ന് പറഞ്ഞാൽ സ്കേലാസ് ആണല്ലോ. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ്, സ്കേലാസിനെ പറയുന്ന പേരാണ് കോർഡിനേറ്റ്സ് ഓഫ് ബി റിലേറ്റീവ് ടു ദ ബേസിസ് ബി. സി ഐനെ നമ്മൾ പറയുന്ന പേര് കോർഡിനേറ്റ്സ് ഓഫ്
വെക്റ്റർ വി ഇല്ലേ, സ്മോൾ വി ആണ്, വെക്റ്ററാണ് വി റിലേറ്റീവ് ടു ദ ബേസിസ് ബി. സി എനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ഇങ്ങനെയാണ് നമ്മൾ സി എനെ പറയുന്നത്.